ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഓരോ ചാപ്റ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു 10 ചാപ്റ്റേഴ്സിൽ 5 എണ്ണം തിയറി ചാപ്റ്റേഴ്സാണ്, 5 എണ്ണം നമ്മൾ പ്രോബ്ലം ചാപ്റ്റർ ആയിട്ടാണ് വരുന്നത്. അതായത് 5 എണ്ണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇക്വേഷൻസും കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ്. ഇനി ബാക്കി 5 എണ്ണത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 ചാപ്റ്ററും അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിലത്തെ ചാപ്റ്റർ, അതായത് 10ാമത്തെ ചാപ്റ്റർ സാമ്പിളിംഗ് ടെക്നിക്സ്, ഈ ഒരു 5 ചാപ്റ്റേഴ്സാണ് തിയറി പാർട്ടിൽ വരുന്നത്. ഇനി നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സിൽ ഇക്വേഷൻസ് ആണ് കൂടുതൽ എന്നേ അർത്ഥമുള്ളൂ, അവിടെയും നമുക്ക് തിയറി ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഡെഫിനിഷൻസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യത്തെ ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ നമുക്കിത് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് CSO, NSSO, ISI. ഇതിൻ്റെ ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, 3 ആപ്ലിക്കേഷൻസ് ആണുള്ളത് എന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ്? അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ആക്ച്വറിയൽ സയൻസ്, ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്. അതേപോലെ തന്നെ സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഏതൊക്കെ ഏരിയാസിലാണ് സ്റ്റാറ്റിസ്റ്റിക്സിന് സ്കോപ്പും ഇമ്പോർട്ടൻസും ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് പ്ലാനിങ്, ഇൻഡസ്ട്രി, മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, മാത്തമാറ്റിക്സ്, മെഡിക്കൽ സയൻസ്, അങ്ങനെ ഒരുപാട് ഏരിയാസ് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇനി ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് വരുന്ന ഒരു ടേം ഉണ്ട്, എന്താണ്? മോസ്പി. ഒരു വർഷം അതിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഷോർട്ട് നോട്ട് ഓഫ് മോസ്പി, അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് നമുക്ക് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു വിങ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ വിങ് ഉണ്ട്. അതിന് തന്നെ ഏതൊക്കെ സബ് ഡിവിഷൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമ്മളുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. അപ്പോൾ ഡാറ്റ കളക്ഷൻ്റെ പ്രൈമറി ഡാറ്റ കളക്ഷൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്? ടെലിഫോൺ ഇൻ്റർവ്യൂ, ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ, ഡയറക്റ്റ് ഒബ്സർവേഷൻ, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, ഇങ്ങനെ കുറേ മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ ചോദിക്കുകയാണെങ്കിൽ സെക്കൻഡറി ഡാറ്റയും ചോദിക്കാമല്ലോ. സോ ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സെക്കൻഡറി ഡാറ്റയുടെയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്? ക്വസ്റ്റനെയറും ഷെഡ്യൂളിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്രൈമറി സെക്കൻഡറി ഡാറ്റയും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മളുടെ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ അതും നിങ്ങൾ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ് തന്നെയാണ്. ഇനി ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ, അതിൽ കുറേ ടേബിൾസ് വരയ്ക്കാൻ അറിയണം. അതായത് റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ, പെർസെൻറ്റേജ് ഫ്രീക്വൻസി ടേബിൾ, നോർമൽ നമ്മളെ ടാലി മാർക്സ് ഒക്കെ ആയിട്ടുള്ള ഫ്രീക്വൻസി ടേബിൾ, പിന്നെ നമ്മുടെ ബൈ വേരിയറ്റ് ഫ്രീക്വൻസി ടേബിൾ. ഇത്രയും ടേബിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ മറ്റേ സ്കെലറ്റൺ ഓഫ് ടേബിൾ, ഇപ്പോൾ ഒരു ക്യാരക്ടർ 2 ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, 3 ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ടേബിൾ നമ്മൾ വരയ്ക്കേണ്ടത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാറ്. ആൻഡ് അതേപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഏറ്റവും അധികം റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കാം. ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ജോഗ്രഫിക്കൽ, ക്രോണോളജിക്കൽ, ഇതാണ് 4 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ടാബുലേഷൻ എന്താണ് എന്നതിനെ പറ്റിയിട്ട് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ പബ്ലിക് എക്സാമിന്. ഡിഫൈൻ ടാബുലേഷൻ. അപ്പോൾ എന്താണ് ടേബിൾ എന്ന് വെച്ചാൽ, ടാബുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ നമ്മുടെ ഡാറ്റയെ റോസും കോളംസ് ആയിട്ട് തിരിച്ചെഴുതുന്നു. ഇത്തരത്തിലൊരു ഡെഫിനിഷൻ അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ആപ്പിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ നോക്കി വയ്ക്കുക. പിന്നെ വരുന്ന ഡയഗ്രംസ് ആൻഡ് ഗ്രാഫ്സ് എന്നുള്ള ചാപ്റ്ററിന് എന്തൊക്കെയാണ് നമ്മുടെ ഡയഗ്രംസും ഗ്രാഫുകളും നമ്മളെ വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഈ പ്രൈമറി സെക്കൻഡറി ഡാറ്റ പറഞ്ഞ പോലെ തന്നെ ഈ ഡയഗ്രംസും ഗ്രാഫും വെച്ചിട്ട് നമുക്ക് ടേബിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ടേബിൾ നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്നുണ്ട്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരു വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നതും സിമ്പിൾ ബാർ ഡയഗ്രാമും അതേപോലെ തന്നെ ഹിസ്റ്റോഗ്രാമും, എന്താണ് അവർ വ്യത്യാസം വരുന്നത്. ഒന്ന് ഡയഗ്രാമാണ്, മറ്റേത് ഗ്രാഫാണ്. സോ ബേസിക്കലി ഈ ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫുകളുടെ വ്യത്യാസം തന്നെയാണ് അവിടെയും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരിക. അതായത് സിമ്പിൾ ബാർ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാമും. സിമ്പിൾ ബാർ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം. ആൻഡ് പിന്നെ ചോദിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മളുടെ സിമ്പിൾ ബാർ ഡയഗ്രത്തിൻ്റെയും അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൻ്റെയും റഫ് ഫിഗേഴ്സ് വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് അവർ തമ്മിൽ വരുന്ന വ്യത്യാസം? സിമ്പിൾ ബാർ ഡയഗ്രം ആണെങ്കിൽ എന്താണ്? ഒരൊറ്റ ക്യാരക്ടറെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം ആണെങ്കിലോ ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് ടൈപ്സ് ഓഫ് ഡയഗ്രം, ടൈപ്സ് ഓഫ് ഗ്രാഫ്. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ് എന്ന് എഴുതാൻ വേണ്ടി ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയഗ്രാംസ് എന്ന് പറയുകയാണെങ്കിൽ ആരൊക്കെയുണ്ട്? സിമ്പിൾ ബാർ ഡയഗ്രം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം, സബ്
ഡിവൈഡഡ് ബാർ ഡയഗ്രാം, പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം. ഇങ്ങനെ 5 ആൾക്കാരാണ് ഡയഗ്രാംസിൽ വരുന്നത്. ഗ്രാഫിലും ഇതേപോലെ തന്നെ 5 ആൾക്കാരാണ്. ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, പിന്നെ ഏതാണ് സ്കാറ്റർ പ്ലോട്ട്, ഒജേഴ്സ്. ഇങ്ങനെ 5 ആൾക്കാരാണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെ സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 ഇക്വേഷൻസ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അരിത്മെറ്റിക് മീനിൽ തന്നെ നോക്കുകയാണെങ്കിൽ റോ ഡാറ്റ, അതേപോലെ ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസ്, വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ, കമ്പൈൻഡ് അരിത്മെറ്റിക് മീൻ, ഇനി ജോമെട്രിക് മീൻ, അതുപോലെ ഹാർമോണിക് മീൻ, ഇവർ മൂന്നാളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മീൻ മീഡിയൻ മോഡ്, അതിൻ്റെ റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് അവിടെ പഠിക്കാനുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് തിയറി പാർട്ടിൽ ചോദിക്കുന്ന റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ആവറേജ്. ഒരു ആവറേജ് ഏറ്റവും ബെസ്റ്റ് ആവറേജ് ആണ് എന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം? അത് സെൻട്രൽ ടെൻഡൻസിയിലുണ്ട്, ഡിസ്പേർഷനിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം പഠിക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയാണ് ഒരു നല്ലൊരു ഡിസ്പേർഷൻ മെഷർ ആവണമെങ്കിൽ വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഏറെക്കുറെ കൈൻഡ് ഓഫ് സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് അരിത്മെറ്റിക് മീൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോപ്പർട്ടീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് 1 മാർക്കിനോ, അതായത് ഇപ്പം സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ഡാഷ് എന്താണ്? ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ പ്രോപ്പർട്ടീസിൽ നിന്നാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടീസും എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കണം. കാരണം അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പം മീഡിയൻ്റെ ഇക്വേഷൻ, മോഡിൻ്റെ ഇക്വേഷൻ മാത്രം നോക്കി വെച്ചുകൊണ്ടായില്ല. നമുക്കിപ്പോൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസും കൂടെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഡിസ്പേർഷൻ എന്നുള്ള ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ പ്രോപ്പർട്ടീസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് ട്രൂ ഓർ ഫോൾസ് ചോദിച്ചിട്ടുണ്ട്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു വർഷം ചോദിച്ചിട്ടുള്ളതാണ് അബ്സല്യൂട്ടും റിലേറ്റീവ് മെഷേഴ്സ് തമ്മിലെ വ്യത്യാസം എന്താണ്? അപ്പോൾ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡീവിയേഷൻ, അതേപോലെ തന്നെ റിലേറ്റീവ് മെഷർ ഓഫ് ഡീവിയേഷൻ. ഇപ്പോൾ റിലേറ്റീവ് മെഷറിൽ വരുന്നതാണ് നമ്മളെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനും ഒക്കെ. അബ്സല്യൂട്ട് മെഷേഴ്സിൽ വരുന്നതാണ് നമ്മളെ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള കുറച്ച് പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അത് നോക്കി വെക്കാം. നെക്സ്റ്റ് ക്യൂനസ് ആൻഡ് കുർട്ടോസിൽ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് എന്ത്? ടൈപ്സ് ഓഫ് ക്യൂനസ്, ടൈപ്സ് ഓഫ് കുർട്ടോസിസ്. അത് ഏറെക്കുറെ എല്ലാ വർഷം മാറി വരാറുണ്ട്. ഈ കഴിഞ്ഞ മോഡൽ എക്സാമിനും കൂടെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് എന്ത്? ടൈപ്സ് ഓഫ് ക്യൂനസ് ചിത്രം വെച്ചിട്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ്, മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ്. ഇത് എക്സാമിന് 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ മീൻ മീഡിയൻ മോഡ് ഈക്വൽ ആയിരിക്കും ഏത് കേസിൽ? സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് സിമെട്രിക്കിൽ പഠിക്കുന്നുണ്ട്, അതൊന്ന് നോക്കി വയ്ക്കാം. ഇനി നെക്സ്റ്റ് പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും കുറേ ഉണ്ട്. ആക്ച്വലി ഇതൊക്കെ ഒറ്റ ലൈനാണ് ഇതിൻ്റെ ഡെഫിനിഷൻ ഉള്ളൂ. അപ്പം എഡീഷൻ തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ക്ലൂസീവിൻ്റെ കേസ് ഉണ്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണ്, അല്ലെങ്കിൽ നോട്ട് മ്യൂച്വൽ എക്സ്ക്ലൂസീവ്, 2 കേസസ് ആണ് വരുന്നത്. അപ്പോൾ എഡീഷൻ തിയറം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് A+ പ്രോബിലിറ്റി ഓഫ് B ആണ്. ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ വരുന്നത് പ്രോബിലിറ്റി ഓഫ് A or B is equal to probability of A plus probability of B minus probability of A and B. സോ ഇങ്ങനെ 2 കേസസ് ആണ് വരുന്നത്. അത് അഡീഷൻ തിയറം അങ്ങനെ ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റി, അതായത് ഈ പ്രോബിലിറ്റിയുടെ റേഞ്ച് എന്താണ്? 0 to 1 ആണ്. ഇനി ഇമ്പോസിബിൾ ഇവൻ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ്? ഷുവർ ഇവൻ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ്? സോ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റിയിൽ നമ്മൾ പഠിക്കുന്നത്. അതൊന്ന് നോക്കാം. പിന്നെ ട്രയൽ എന്താണ്? സാമ്പിൾ സ്പേസ്, ഔട്ട്കം, സാമ്പിൾ പോയിന്റ്, ഇത്തരം കാര്യങ്ങൾ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. ആൻഡ് ഇവൻസിൽ നമുക്ക് സിമ്പിൾ ഇവൻ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഇവൻ്റ് ഉണ്ട്. സോ ഇവൻ്റ് എന്താണ്? സിമ്പിൾ ഇവൻ്റ് എന്താണ്? കോമ്പൗണ്ട് ഇവൻ്റ് എന്താണ്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്, എക്സോസ്റ്റീവ് ഇവൻറ്റ്സ്, ഇതും റീസെൻ്റ്ലി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത്രയും ആൾക്കാരെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ അതിൽ കുറച്ച് ഇക്വേഷൻസ് ആണ് വരുന്നത്. അത് പിന്നെയുള്ള വീഡിയോയിൽ നമുക്ക് നോക്കാം. കണ്ടീഷൻ പ്രോബിലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ അവിടെ കാര്യപ്പെട്ട് നമുക്ക് ഡെഫിനിഷൻസ് ആയിട്ട് നമുക്കൊന്നും അവിടെ പഠിക്കാൻ വേണ്ടിയില്ല. ജസ്റ്റ് ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് A and B is equal to പ്രോബബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് B. ഇത് 1 മാർക്കിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതേപോലെ തന്നെ ടോട്ടൽ പ്രോബിലിറ്റി തിയറം ഉണ്ട്, ബേസ് തിയറം ആണ് ഏറ്റവും അധികം വട്ടം ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ ബേസ് തിയറും ടോട്ടൽ പ്രോബിലിറ്റി തിയറം അത് ഇക്വേഷൻസ് ആണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഈ നെക്സ്റ്റ് സാമ്പിളിംഗ് ടെക്നിക്സിൽ നോക്കുകയാണെങ്കിൽ പക്ക തിയറി ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്കതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സെൻസസും സാമ്പിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഏറ്റവും അധികം വട്ടം ഇങ്ങനെ റിപ്പീറ്റഡ്ലി
വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. മേ ബി സെൻസസ് സാമ്പിൾ എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അല്ലെങ്കിൽ ചില വർഷം ചോദിക്കാറുള്ളത് ഏതൊക്കെ കേസിലാണ് നമ്മൾ സാമ്പിളിങ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. സെൻസസിനെക്കാട്ടും അധികമായിട്ട് സാമ്പിളിങ് നമ്മൾ എപ്പോഴാണ് പ്രിഫർ ചെയ്യുക. അതേപോലെ തന്നെ സാമ്പിളിംഗ് യൂണിറ്റ്, സാമ്പിളിംഗ് ഫ്രെയിം എന്താണ്, സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് ചോദിക്കാറുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ്, നമ്മളെ കൺവീനിയൻറ്റ് സാമ്പിളിംഗ്, ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, ഇതൊക്കെയാണ് ടൈപ്സ് വരുന്നത്. അത് 1 മാർക്ക് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത് ഫുൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരു 2 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് പ്രോബിലിറ്റി സാമ്പിളിംഗ്. നമ്മളെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കി വയ്ക്കാം. ഇനി ഏറ്റവും അധികം വട്ടം ഡെഫിനിഷൻ ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് നോട്ടായിട്ട് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത് നമ്മളെ സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങും അതേപോലെ തന്നെ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങും ആണ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഒരൊറ്റ ഡെഫിനിഷൻ കാര്യമുള്ളൂ. സിമ്പിൾ റാൻഡം സാമ്പിളിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റ്, വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. ഇനി അതിൻ്റെ കളക്ഷൻ മെത്തേഡ്സ് ഉണ്ട്, ലോട്ടറി മെത്തേഡ്, റാൻഡം നമ്പർ, ടേബിൾ മെത്തേഡ്. സോ കുറച്ചധികം കാര്യങ്ങൾ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ പഠിക്കാറുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ 10 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് വരുന്ന തിയറി ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കാം. ഇനി ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻസ് ആണ് വേണ്ടതെങ്കിൽ പിന്നെ വരുന്ന ദിവസങ്ങളിൽ അതിനെപ്പറ്റിയുള്ള പ്ലാൻസും എല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തൊക്കെ കോൺസെപ്റ്റ്സ് ആണ് ഇനി വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതുപോലെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് വേണ്ടത് എന്ന് ഈ വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ചുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.